എവിടെ പോവാ? കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി ആണ്ട് അത് സ്റ്റാറാണോ? മെലിഞ്ഞു മെലിഞ്ഞു പോയി. ഞങ്ങൾ വെക്കേഷനൊക്കെ ലുലുവിൽ വരാൻ പറ്റിയില്ല. ആരൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിട്ട് യാത്രകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ബാങ്കിൽ ചെന്നപ്പം കുറച്ച് കാര്യങ്ങൾ വൈകുന്നേരം നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ലുലുവിൽ അടിച്ചു പൊളിക്കാമെന്ന് വെച്ച്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളം ലുലു അടിച്ചു പൊളിച്ചതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ എല്ലാവരും കാണണം കേട്ടോ, സൂപ്പർ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ടയം ലുലുവിൽ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാങ്ക് കാര്യമൊക്കെ ശരിയാക്കുള്ളൂ. ഓക്കെ, ഇന്നത്തെയും കൂടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആരൺ പുട്ടും പഴവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആരണ് തന്നെ ബർഗർ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആഷറിന് കൊടുത്തു വിടാൻ വേണ്ടി ബീഫ് വാങ്ങിച്ചപ്പോൾ കുറച്ച് ആരൺ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അതും കൊണ്ട് പാറ്റിയൊക്കെ ഉണ്ടാക്കി ബർഗർ ഉണ്ടാക്കുന്നു. വേറെ പ്രത്യേകിച്ച് അതിനകത്ത് കുക്കുംബറോ സവാളയോ പിന്നെ തക്കാളിയോ ഒന്നും വെക്കാൻ ഇവിടെ ഇല്ലായിരുന്നു. ഒനിയൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പുള്ളി ഇതുപോലെ പാറ്റി ഉണ്ടാക്കി അതിനകത്ത് വെച്ച് ബട്ടറും ഒക്കെ പിന്നെ മയോണൈസും ഒക്കെ വെച്ച് അങ്ങനെ ബട്ടറിനകത്താണ് പാറ്റി ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ട് മയോണൈസും ഒക്കെ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോസൊന്നും ഇപ്പം പിടിക്കാനും പറ്റുന്നില്ല, ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നത്തിലാണ്. കുഞ്ഞു എളുപ്പം വീഡിയോ പിടിക്കാൻ പറഞ്ഞപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം പകുതിയാകാറായപ്പോഴാണ് ഓടി വന്ന് ഞാൻ പിന്നെ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച് വീഡിയോ പിടിച്ചതല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഇങ്ങനെ ബീഫ് മിൻസ് ആക്കുന്നതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അവൻ ഈ വീഡിയോയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ മടിയാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡേലൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും നല്ല തിരക്കായിരുന്നു. മഴ കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒന്ന് തോർന്ന് നിന്ന സമയത്ത് എനിക്ക് മുറ്റത്ത് കുമ്മായ ഇടാനും അടുക്കള വശം മുഴുവൻ പായൽ പിടിച്ചെടുക്കും, അവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം. അപ്പോൾ അതെല്ലാം ഞാൻ പുല്ലൊക്കെ കുറേ മുറ്റത്ത് മുഴുവൻ പുല്ലാണ്. പിന്നെ നമ്മുടെ ഗ്രോ ബാഗ് എല്ലാം നശിച്ചു പോയി. ഗ്രോ ബാഗിനകത്തെ മണ്ണെല്ലാം എടുത്ത് തറയിലോട്ട് ചുമ്മാ എടുത്തിട്ടിട്ട് ബാഗെല്ലാം കളഞ്ഞ് ചെടിയെല്ലാം റീപ്ലാന്റ് ചെയ്യണമായിരുന്നു, പച്ചക്കറിയൊക്കെ. പിന്നെ കുറേ പറിച്ച് ദൂരെ കളയണമായിരുന്നു, കോവൽ അച്ചിങ്ങയൊക്കെ. അങ്ങനെ ഒത്തിരി പണിയായിരുന്നു. കൊതുക് മുഴുവൻ കടിച്ച് തന്നെ സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടും കടിച്ചു. പിന്നെ കുറേ ഭാഗത്തെ പുല്ലെല്ലാം പറിച്ചു. പിന്നെ ഞാനങ്ങ് മടുത്ത്. അങ്ങനെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആരണ്ണെ സഹായിച്ചില്ല. ആരൺ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ ആരണ്ണ് തന്നെ ചെയ്യുന്ന ഇഷ്ടം. അങ്ങനെ ചെയ്തോട്ടേന്ന് വെച്ച്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയി ആഷറിന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടാനായിട്ട് പോയി. ഞാനും അമ്മയും ആരണും കൂടെ എല്ലാം കൊടുത്തു. അതവിടെ കിട്ടി കേട്ടോ. അത് ആഷർ വീഡിയോ ഇടും, അപ്പോൾ നമുക്ക് കാണാം. പിന്നെ 3 ദിവസം എൻ്റെ ഇളയ അനിയത്തിയുടെ, ഞങ്ങൾ 4 പെൺപിള്ളേരല്ലേ, മൂത്തതാണ് ഞാൻ. എനിക്ക് 3 അനിയത്തിമാരുണ്ട്. എപ്പോഴും പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടി വീണ്ടും പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇളയ അനിയത്തി എറണാകുളത്താണ്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാ സമ്മർ വെക്കേഷനും പോയി ഒരാഴ്ച നിൽക്കും. അങ്ങനെ ഇപ്രാവശ്യവും പോയി 3 ദിവസം നിന്ന്. ഇപ്രാവശ്യം അനിയത്തിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എറണാകുളം ലുലുവിലൊക്കെ പോയി അടിച്ചു പൊളിച്ച്. ഞങ്ങൾക്ക് അവിടുന്ന് ഷൂസും പിന്നെ ഡ്രസ്സും ഞാനൊന്നും എടുത്തില്ല. ആരണ്ണൊരു വൈറ്റ് ഷർട്ടും ഒരു ടീഷർട്ടും വൈറ്റ് എടുത്തു. പിന്നെ എനിക്ക് 2 ഷൂസും എടുത്തു. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ 3 ദിവസം അവിടെ അടിച്ചു പൊളിച്ചു. ഒരു മാസം നിന്നാൽ പോലും പോരാൻ തോന്നുകയില്ല. അതുപോലെ എറണാകുളത്ത് അതുപോലെ നമുക്ക് കാണാനുണ്ട്. എനിക്ക് അവിടെ ഒരു കൂട്ടുകാരി ഫോർട്ട് കൊച്ചിയിലുണ്ട്. അവിടെ പോകാൻ ഒത്തില്ല. കാരണം ഇവരുടെ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കാരണം 1-2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകാനായിട്ടുള്ള സമയമില്ലായിരുന്നു. പിന്നെ മഴയല്ലേ. പിന്നെ ഫോർട്ട് കൊച്ചി ഒരു ഫ്രണ്ടുണ്ട്, അങ്കമാലി ഒരു ഫ്രണ്ടുണ്ട്,
അങ്ങനെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എറണാകുളത്തുണ്ട്. പിന്നെ വേറെ ഇടപ്പള്ളിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരിടത്തും നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. നമുക്ക് അനിയത്തിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ കറങ്ങാൻ പോക്കും വേറെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം 3 ദിവസമേ നിന്നുള്ളൂ, 2.5 ദിവസം. പിന്നെ മഴയല്ലേ, ഫങ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കാരണം എങ്ങോട്ടും പോക്ക് നടന്നില്ല. അങ്ങനെയൊക്കെ എന്നാലും അടിച്ചു പൊളിച്ചു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ കൊല്ലത്ത് പോക്കും രസമായിരുന്നെങ്കിലും സമയം തികഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് മോൻ്റെ ഫ്രണ്ട് ഞങ്ങളെ അവിടെ എല്ലാം കൊണ്ട് പുള്ളിയുടെ കാറെ കൊണ്ട് എല്ലാ അഷ്ടമുടി കായലൊക്കെ ഒന്ന് പെട്ടെന്ന് ഹാർബറൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ അല്ലേ തന്നെ നമുക്ക് വീട്ടിൽ വന്ന് ഓരോരോ 100 ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കൈവച്ച് അല്ല, പുള്ളി ആ പാത്രം വെച്ച് അമക്കി കേട്ടോ. കൈവച്ച് അതിന് പെർഫെക്റ്റ് ആകത്തില്ല, അട പോലെ ഇരിക്കും, ഫിംഗറിൻ്റെ പ്രിൻ്റ് വരും. ഞാനിതിപ്പോഴാണ് കാണുന്നത്, ഞാൻ കണ്ടേ ഇല്ല എങ്ങനെ പുള്ളി ഉണ്ടാക്കിയെന്നൊന്നും. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോന്ന് പിള്ളേർ ഉണ്ടാക്കി പഠിക്കട്ടെ. ഇവന്മാർക്കെല്ലാം ഈ വീഡിയോസ് എല്ലാം കണ്ട് ഷോർട്സ് റീൽസ് എല്ലാം കണ്ട് പിള്ളേർക്കെല്ലാം അറിയാം. നമുക്കൊക്കെ ഒന്നും അറിയത്തില്ലാത്ത ഇവന്മാർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ അറിയാം. അല്ലാതെ ഇതിൻ്റെ ഒന്നും പേരൊന്നും നമുക്കൊന്നും അറിയത്തില്ല. ഒന്നാമത്തെ ബർഗറൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഈ പാറ്റിന്നും ഒക്കെ പഠിച്ചത് നമ്മൾ ഈ വീഡിയോസ് കണ്ട്. നമ്മൾ ഈ കഞ്ഞിയും വെള്ളവും കുടിച്ച് വളർന്നവർ ഇതൊക്കെ നമുക്ക് പേരൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വിഭാഗത്തിൽപ്പെട്ടതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ പഠിച്ചതും. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ കണ്ടാണ് ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചതും. അല്ലാതെ നമ്മളിങ്ങനെ വല്ലതും ആണോ അല്ലേ പണ്ട്. അപ്പം നാടോടുമ്പം നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെയെല്ലാം പഠിക്കണമല്ല. നമ്മൾ എപ്പോഴും പഴമ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എല്ലാ രീതിയിലും നമ്മൾ വളർന്നു വരണം അല്ലേ, രസമല്ലേ. പിന്നെ ഓവർ ആക്ടിങ്ങും ഓവർ ഡർബാറും ആകാതിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ നമ്മൾ 30 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടുന്ന ബണ്ണില്ലേ, 4 എണ്ണം, 30 അതിൽ താഴ്ന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്വീറ്റ് ബണ്ണ്, സാധാ പാലി മുക്കി കഴിക്കുന്ന ആ ബണ്ണ്, അല്ലാതെ ബർഗറിൻ്റെ ബണ്ണല്ല. അത് വാങ്ങിച്ച് പുള്ളി ഇവിടെ ഇരുന്ന ഒരു ശകലം ബീഫ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊടിച്ചെടുത്ത്. ഇതെനിക്ക് നമ്മളുടെ വീട്ടിലെ ഒടിച്ചുകുത്തിച്ചീര, നമ്മുടെ വീട്ടിലെ കോഴിയുടെ നമ്മുടെ തേങ്ങ ഇട്ട് തോരൻ വെക്കാനായിട്ട് പുള്ളി തേങ്ങ ചിരണ്ടി തരുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.